വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4th സെമസ്റ്റർ എക്സാംസിൽ ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ എക്സാമിന് വന്നിട്ടുള്ളൂ. ഇതുവരെ കഴിഞ്ഞ പേപ്പറിനേക്കാളും അത്രത്തോളം ഈസി പേപ്പർ ആയിരുന്നു. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഒറ്റ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കുട്ടികളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 4th സെമസ്റ്റർ M.Com ഡിഗ്രി എക്സാമിനേഷൻ April 2024 ഇന്റർനാഷണൽ ഫിനാൻസ് പാർട്ട് എയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 7 ചോദ്യങ്ങൾ. നമ്പർ 1, ഡിഫൈൻ ദി ടൈം ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ്. എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യം. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞ ചോദ്യം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പ്രതീക്ഷിച്ച ചോദ്യം. സ്പോട്ട് റേറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്താണ്? ദെൻ ഡിഫൈൻ ദി ടൈം ഇന്റർനാഷണൽ ഫിനാൻസ്. ദെൻ സ്വാപ്പ് മാർക്കറ്റ് എന്താണ്? പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ള 7 ചോദ്യങ്ങളും നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യങ്ങളാണ്. പാർട്ട് ബിയിലോട്ട് പോയാലോ, അത് ഞാൻ പറഞ്ഞ ഈ പേപ്പറിൽ നമ്മൾ പറയാത്തതൊന്നുമില്ല. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ഡു യു മീൻ ബൈ എക്സ്ചേഞ്ച് റേറ്റ് റെജിം? ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് റെജിം ഞാൻ നോക്കാൻ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. ഫ്യൂച്ചേഴ്സ് എന്താണ്? വാട്ട് ആർ ദി ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റ് നോക്കാൻ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. Then explain in detail factors affecting foreign exchange rate നോക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്തായാലും പ്രതീക്ഷിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. സ്പോട്ട് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് അതിൻ്റെ ഡിഫറൻസ് അതും നോക്കാൻ പറഞ്ഞ ചോദ്യം. ദെൻ എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആണ് ആ ക്വസ്റ്റ്യൻ, നിർബന്ധമായും പഠിക്കണമെന്ന്. ദെൻ ഫിഷറിൻ്റെ ഇഫക്റ്റും നോക്കാൻ പറഞ്ഞാണ്. പാർട്ട് ബിയിൽ ഞാൻ റിപ്പീറ്റ് ചോദ്യങ്ങൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറയാത്തതൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. എസ്സേയിലേക്ക് പോകുമ്പോഴേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിലൊക്കെ ഘോരം പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. രണ്ടിലും വന്നു, പാർട്ട് ബിയിലും വന്നു, സിയിലും വന്നു. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. എക്സ്ചേഞ്ച് റേറ്റ് എസ്സേക്ക് വരുന്നു പറഞ്ഞു. ക്രിട്ടിക്കൽ എക്സാമിന് പർച്ചേസ് പവർ പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. PPP റിപ്പീറ്റ് ആണ് നോക്കണം എന്ന് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നോക്കിയേ. റോൾ ഓഫ് IMF ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ചോദ്യമാണ് എസ്സേക്ക്. IMF. ദെൻ ക്രിട്ടിക്കൽ എക്സാമിൻ ദി റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അതും പറഞ്ഞാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിലത്തെ 18 ചോദ്യങ്ങൾ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിച്ച ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യങ്ങളാണ്. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ പറഞ്ഞ അതേ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു പേപ്പറിൽ. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 പേപ്പറിൽ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പേപ്പറാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. സോ എന്തായാലും കുട്ടികൾ ഹാപ്പിയാണ്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ബാലൻസ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.